പെഹൽഗാമിൽ നിന്ന് 6 കിലോമീറ്റർ നടന്നു വേണം ബൈസറണിൽ എത്തുന്നതിന് വേണ്ടി. ഈ യാത്രയിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് എനിക്ക് പിന്നിൽ കാണുന്ന ഇതുപോലത്തെ കുതിരകളെയാണ്. പ്രായമായവരും അതോടൊപ്പം തന്നെ കുട്ടികളുമൊക്കെ ഇത്തരത്തിൽ കുതിരപ്പുറത്താണ് ബൈസണിലേക്കുള്ള യാത്ര എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ ഈ ഭീകരാക്രമണം ഉണ്ടായതിന് പിന്നാലെ ഈ കുതിരകൾക്കടക്കം ഈ കുതിരയുടെ ഉടമസ്ഥർക്കടക്കം വലിയ തരത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചയാണ് എന്താണ് അതിന് കാണാൻ കഴിയുന്നത്. കാരണം ഇത്തരത്തിൽ വിനോദസഞ്ചാരികൾ ആരും ഇങ്ങോട്ട് വരാത്ത സാഹചര്യം ഉണ്ടായതോടെ കുതിരകൾക്ക് പണിയില്ലാതായി. അതോടൊപ്പം തന്നെ ഇതിൻ്റെ യജമാനന്മാർക്ക് മറ്റ് തൊഴിലുകൾക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വലിയ നഷ്ടം ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് യാഥാർത്ഥ്യമാണ്. നിരവധി കുതിരകളെ ഇത്തരത്തിൽ നമുക്ക് വിവിധ ഇടങ്ങളിൽ കാണാൻ കഴിയും. നേരത്തെ വിനോദസഞ്ചാരികൾ എത്തുന്ന സമയത്ത് ഓരോ കുതിരകളിലും ഒന്നിലധികം ആളുകളെ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ബൈസണിലേക്ക് പോകുന്ന കാഴ്ചയാണ് എപ്പോഴും കാണാൻ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളില്ല, മറിച്ച് കുതിരകൾ മാത്രമായിരിക്കുന്നു. വിനോദസഞ്ചാരികൾ ഇല്ലാത്തൊരു സാഹചര്യം ഇവിടെ പെഹൽഗാമിനും അതോടൊപ്പം തന്നെ ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും അത് വലിയ തരത്തിൽ തിരിച്ചടിയാണ്, വിനോദസഞ്ചാരത്തിനടക്കം തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്ന നിരവധി ആളുകൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരാക്രമണത്തെ കശ്മീരികൾ നഖശികാന്തം എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്യുന്നത്. ഇത്തരത്തിൽ നിരവധി ആളുകൾ വിവിധങ്ങളായ തൊഴിൽ ചെയ്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് പോകുന്ന നിരവധി ആളുകളുടെ ഉപജീവനത്തെ കൂടിയാണ് ഈ ഭീകരാക്രമണം പ്രതികൂലമായി ബാധിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഊർക്കളവിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ പെഹൽഗാം.